മേയർ ആര്യ രാജേന്ദ്രനെതിരായ സൈബർ അധിക്ഷേപ പരാതിയിൽ കേസെടുത്ത് പോലീസ്. ലൈംഗിക അധിക്ഷേപം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവ ചുമത്തിയാണ് കേസ്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് കേസെടുത്തത്. മേയർക്ക് വാട്സപ്പിൽ അശ്ലീല സന്ദേശം അയച്ച നമ്പറിന്റെ ഉടമയ്ക്കെതിരെയാണ് കേസ്. അതേസമയം KSRTC ഡ്രൈവർ യദു കമ്മീഷണർക്ക് നൽകിയ പരാതിയിലും പോലീസ് അന്വേഷണം നടത്തും. കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തും. കന്റോൺമെന്റ് ACPക്ക് നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി സുനിഷ അയലൂരാണ് ചേരുന്നത്. സുനിഷ, ഇപ്പോൾ ഡ്രൈവറെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച മേയറുടെ നടപടി അതുൾപ്പെടെ പരിശോധിക്കാനാണ് നീക്കവും. മറ്റു വിശദാംശങ്ങൾ? തീർച്ചയായും ആര്യ, അത്തരമുള്ള കാര്യങ്ങളിലേക്ക് കൂടി പോലീസ് കടക്കുന്നു എന്നതാണ്. നേരത്തെ തന്നെ കന്റോൺമെന്റ് പോലീസിനും ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണർക്കും യദു പരാതി നൽകിയെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും കേസെടുക്കുന്ന തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്ന വ്യാപകമായ വിമർശനം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഏതായാലും കമ്മീഷണർക്ക് നൽകിയ പരാതി ഈ DCPക്ക് കൈമാറുകയും പിന്നാലെ തന്നെ കന്റോൺമെന്റ് ACPയോട് നിലവിലൊരു പ്രാഥമിക അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം ഈ DCP നൽകുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമായും നൽകിയിരിക്കുന്നത് യദു നൽകിയ പരാതിയിൽ ഏതെങ്കിലും തരത്തിൽ കഴമ്പുണ്ടോ എന്ന് അറിയുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ DCP നിർദ്ദേശിച്ചിരിക്കുന്നത്. കന്റോൺമെന്റ് ACPയോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാനും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ തന്നെ ഈ മേയർ ഈ പാളയത്ത് വെച്ച് ഈ ബസ്സിന് കുറുകെ കാർ നിർത്തിയതിനു ശേഷം ഡ്രൈവറെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പരാതി നൽകിയതിനു ശേഷം ഈ തീരുമാനം പോലീസിൽ ഏൽപ്പിച്ച മേയറുടെ നടപടി അത് നിയമപരമാണോ എന്ന് പരിശോധിക്കണമെന്നും ഈ ഒരു നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ, അതായത് കുറ്റം ചെയ്യാത്ത രീതിയിൽ തന്നെ, കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയും മുന്നേ തന്നെ പോലീസിനെ ഏൽപ്പിച്ച നടപടി അത് നിയമപരമാണോ എന്ന് പരിശോധിക്കും. ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമായിരിക്കും യദുവിന്റെ പരാതിയിൽ കേസ് എടുക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള തീരുമാനത്തിലേക്ക് കടക്കുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിൽ തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരായ സൈബർ അധിക്ഷേപത്തിലും ഇപ്പോൾ സൈബർ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DGPക്ക് ആര്യ പരാതി നൽകിയിരുന്നു. DGP ഇത് സിറ്റി സൈബർ പോലീസിലേക്ക് ഈ അന്വേഷണം കൈമാറുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിറ്റി സൈബർ പോലീസ് ഈ വിഷയത്തിലും കേസെടുത്തിരിക്കുന്നത്. പ്രധാനമായും ലൈംഗിക അധിക്ഷേപം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് ആര്യ രാജേന്ദ്രന്റെ ഈ വാട്സപ്പിലേക്ക് അശ്ലീല സന്ദേശം അയച്ച നമ്പറിന്റെ ഉടമയ്ക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. മേയറുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. നിലവിൽ മറ്റ് സോഷ്യൽ മീഡിയ, ഈ ഫേസ്ബുക്കിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഇതേ രീതിയിൽ തന്നെ മേയർക്കെതിരെ വ്യാപകമായി സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരാതികൾ ലഭിക്കുകയാണെങ്കിൽ ഈ നടപടികളിലേക്ക് കടക്കുമെന്ന് കൂടി സൈബർ പോലീസ് അറിയിക്കുന്നുണ്ട്. ഏതായാലും യദുവിന്റെ പരാതിയിൽ ഒരു പ്രാഥമിക അന്വേഷണത്തിന് DCP ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ മറുവശത്ത് ആര്യക്കെതിരായ സൈബർ ആക്രമണത്തിലും പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ആര്യ, ശരി. യദു കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഒപ്പം മേയർക്ക് വാട്സപ്പിൽ അശ്ലീല സന്ദേശം അയച്ച ആൾക്കെതിരെയും ഇപ്പോൾ 2 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളാണ് സുനിഷ അയലൂർ നൽകിയത്.